ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അച്ചോസ് ഡിസൈൻ. ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യാമിയുടെ ഒരു ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ അത് ഈ ഒരു റെഡ് കളറിലെ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ സീക്വൻസ്, പിന്നെ ഷുഗർ ബീഡ്സ്, ആൻറ്റി ഗോൾഡ് കളറിലെ ഷുഗർ ബീഡ്സ്. അപ്പോൾ ഇത്രയും ബീഡ്സുകളും സീക്വൻസും ഒക്കെയാണ് നമുക്കിവിടെ ആവശ്യം. പിന്നെ ഞാൻ ബ്ലാക്ക് കളറിലെ ഫാബ്രിക്കിലാണ്, ജോർജറ്റിൻ്റെ ഫാബ്രിക്കിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നോർമൽ മെഷീൻ ത്രെഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈനായിട്ടോ നമ്മൾ ചെയ്യുന്നത്. നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യണത്, മെഷർമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താ, നെക്ക് കാണുമ്പോൾ അറിയാമല്ലോ, റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത്. റൗണ്ട് നെക്കിൻ്റെ ആ ഒരു പോർഷനിൽ കുറച്ച് കട്ടിങ് വന്നിട്ടുണ്ടല്ലേ. എന്നിട്ട് എന്താ ഈ ഒരു ഷേപ്പിലാണ് കണ്ടോ, ആ ഒരു വിട്ടിൽ ആ ഒരു ഷേപ്പിലാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്താണ് നമ്മളുടെ ആ ഒരു ബീഡ്സ് വർക്കുകളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താ, നിങ്ങളുടെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങളുടെ നെക്ക് മെഷർമെൻറ്റ്സ് അനുസരിച്ചിട്ട് എത്രയാണോ അളവ് അതിനനുസരിച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ ജസ്റ്റ് ഒരു റൗണ്ട് നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു സെൻറ്റർ ഭാഗത്തിൻ്റെ അവിടെ നിന്ന് ഒരു 1 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്ത് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം ഞാൻ 1 ഇഞ്ച് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ആ 1 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് ഒരു താഴോട്ടൊരു 1 ഇഞ്ചും കൂടെ കണക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇത്രയും പോർഷനാണ് കട്ടിങ് വരുന്നത്. അപ്പോൾ ആ ഒരു ഡിസൈൻ അത് കാണുന്നുണ്ടല്ലോ അല്ലേ. ഇനിയാണ് നമ്മളുടെ ഡിസൈൻസ് വരുന്നത്. ഇനി നമ്മൾ അവിടെ നിന്ന് 1 ഇഞ്ചാണല്ലോ എടുത്തത്. അപ്പോൾ താഴേക്ക് ആ സെൻറ്റർ പോർഷനിൽ നിന്ന്, അതായത് നമ്മുടെ റൗണ്ട് നെക്കിൻ്റെ സെൻറ്റർ പോർഷനിൽ നിന്നൊരു 6 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 7 ഇഞ്ചോളം എടുക്കുക. എന്നിട്ട് ആ ഒരു പോയിൻറ്റുമായിട്ട് ആ ഒരു 6 ഇഞ്ചിന് ഇതേപോലെ ഒന്ന് വളച്ചിട്ട് ഈ ഒരു ഷേപ്പിലൊന്ന് ആക്കിയെടുക്കുക. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതെനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. എങ്ങനെ വരയ്ക്കണം, നിങ്ങളിത് കണ്ടിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം അല്ലെങ്കിൽ ഒരു പേപ്പറിലേക്ക് കട്ട് ചെയ്തിട്ട് ആ പേപ്പർ വെച്ചിട്ട് നമ്മൾ വരച്ചെടുത്താലും മതി. ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ പറ്റാത്തവർക്ക് ഒരു പേപ്പറിലേക്ക് നമ്മൾ ഈ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ആ ഒരു ബോർഡർ ലൈനിൽ നിന്നും വീണ്ടും ഒരു 1 ഇഞ്ച്, ഞാനൊരു 1 ഇഞ്ച് എടുത്തിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 1.25 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1.5 ഇഞ്ചോളം എടുത്തിട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ അധികം വീതിയിലല്ല ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1 ഇഞ്ചിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1.25 ഇഞ്ചോളം ആ ഒരു ഭാഗം ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. മനസ്സിലായല്ലോ. ആദ്യം നമ്മൾ റൗണ്ട് നെക്ക് ചെയ്തു. റൗണ്ട് നെക്കിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷൻ്റെ അടുത്ത് ഗ്യാപ്പ് കൊടുത്തിട്ട് പിന്നെ നമ്മൾ എന്തോ ചെയ്തത്, നമ്മൾ അവിടെ നിന്ന് ഒരു 1 ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. മനസ്സിലായല്ലോ. എന്നിട്ട് താഴേക്ക് ഒരു 7 ഇഞ്ചോളം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനിയും ഞാൻ ചെയ്യുന്നത് ആ ഒരു ബോർഡർ ലൈൻ നമ്മൾ വരച്ച് കൊടുത്തതിൻ്റെ അകത്ത് ഞാനൊരു ഫ്ലവറിന് വേണ്ടിയിട്ടുള്ളൊരു ഡിസൈൻ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും അവിടെ ഒരു ഫ്ലവർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇപ്പുറത്തെ സൈഡും അതേ സെയിം അളവിൽ തന്നെ വേണം ഇപ്പുറത്തെ വരാനായിട്ട്. നമുക്ക് 2 സൈഡിലും പല രീതിയിലാവരുത്, ഒരേ രീതിയിലായിരിക്കണം ഡിസൈൻ വരുന്നത്. എങ്കിലേ ഈ ഒരു ഡിസൈന് ഭംഗി ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ആ ഒരു സൈഡിൽ റൗണ്ട് വരച്ചു. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ റൗണ്ട് വരച്ചു കൊടുത്തു. പിന്നെ ലീഫും സ്റ്റെമ്മും വരച്ചു കൊടുക്കുകയാണ്. അതേപോലെ ലീഫ് വരച്ചു കൊടുക്കുക. 2 സൈഡിലേക്കും ലീഫും സ്റ്റെംസും വരച്ചു കൊടുത്തു. ഇത്ര മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനിയിപ്പം നമ്മൾ ഇങ്ങോട്ട് ഒരു വി ഷേപ്പിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ ബീഡ്സ് വർക്കൊക്കെ വരാനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പോർഷൻ ആദ്യം വരച്ച് തന്നെ പോകണം കേട്ടോ. പിന്നെ താഴേക്ക് ഒരു സ്റ്റെമ്മ് വരച്ചിട്ട് ലീഫ് 2 സൈഡിലേക്കും വരച്ചു കൊടുത്തു. ഇവിടെ അതേപോലെ തന്നെ ലീഫും സ്റ്റെംസും വരച്ചു കൊടുക്കുന്നു. മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി നമുക്ക് വീണ്ടും ഒരു റൗണ്ട് വരച്ചു കൊടുക്കുക. സെയിം ലെങ്തിൽ ഇപ്പുറത്തെ സൈഡും റൗണ്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും കുറച്ച് മുകളിലേക്ക് ഒരു ലീഫും സ്റ്റെംസും വരച്ചു കൊടുത്തു കണ്ടോ. സ്റ്റെമ്മുകളും ലീഫുകളും ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് 2 സൈഡിലേക്കും. ഇനി വീണ്ടും നമ്മൾ ആ ഒരു വി പോലത്തെ ആ ഒരു ഭാഗം ആ 3 സൈഡിലേക്കും ചെയ്തു കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും ലീഫ് സ്റ്റെംസ്. അപ്പോൾ അതിങ്ങനെ തന്നെ കൺവേർട്ട് ചെയ്ത് അങ്ങനെ നമ്മൾ ആദ്യം ഒരെണ്ണം വരച്ചാൽ മതി. അതിനോടനുബന്ധിച്ച് തന്നെ ആയിരിക്കും അടുത്തത് വരുന്നതെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ വരച്ച് പോവുക.
ഓക്കെ. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ മെറ്റീരിയലിലേക്ക് ഇങ്ങനെ വരയ്ക്കുന്ന സമയത്തുണ്ടല്ലോ, ഒത്തിരി അങ്ങ് ഡാർക്കാക്കി വരയ്ക്കരുത് കേട്ടോ. ഇച്ചിരി നമുക്ക് കാണത്തക്ക രീതിയിൽ വേണം വരയ്ക്കാനായിട്ട്. പിന്നെ ഇതാ ഒരു ഫ്ലവറിൻ്റെ ആ സൈഡിലായിട്ട് ഇതേ കണ്ടോ, ഇതേപോലെ ലീഫ് വരച്ചു കൊടുത്തിട്ട് നമ്മൾ ആ ഒരു സെൻറ്ററിൽ ഒരു ഇതേപോലത്തെ ഒരു ഭാഗം, ഒരു പെറ്റൽസ് തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഓരോ ഫ്ലവേഴ്സിൻ്റെയും സൈഡിലായിട്ട് ഓരോ പെറ്റൽസ് ഇതേപോലെ വന്നിട്ടുണ്ട്. ലീഫിന് പകരം ആ ഒരു പെറ്റൽസ് കൂടെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ 6 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നിങ്ങളിനിയും കറക്റ്റ് ഒരു 7 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കുറച്ചും കൂടെ വിട്ടിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി എന്താ ഓൾ ഓവർ ഡിസൈൻ പോലെ ആ ഒരു ബോഡി പാർട്ടിലൊക്കെ ഇതേപോലെ കുറച്ച് മാർക്കിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ബീഡ് വർക്കാണ്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനിയും ഫ്ലവർ ചെയ്ത് കൊടുക്കാം. ഞാൻ ആ ഫ്ലവറിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ദയവ് ചെയ്ത് നിങ്ങൾ ഇതേപോലെ ഭയങ്കര ഡാർക്കാക്കി വരയ്ക്കരുത്. ഞാൻ ഡാർക്കാക്കി വരയ്ക്കുന്ന ഒരാളല്ല. ഞാൻ വരയ്ക്കുമ്പോൾ തീരെ ലൈറ്റായിട്ടേ ഞാൻ വരയ്ക്കാറുള്ളൂ. കാരണം എനിക്കിതിപ്പോൾ നിങ്ങളെ കാണിച്ചു തരേണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു പെൻസിൽ യൂസ് ചെയ്തിട്ട് ഇത്രയും ഡാർക്കാക്കി വരയ്ക്കുന്നത് കേട്ടോ. നമുക്ക് വേണ്ടിയിട്ടൊരു വർക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്രയും ഡാർക്കാക്കി പെൻസിൽ വെച്ച് വരയ്ക്കരുത് കേട്ടോ. അപ്പോൾ വരച്ച് കഴിഞ്ഞുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റുമെന്നുണ്ട്, പക്ഷേ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ ആ പാടങ്ങനെ നിൽക്കും. അപ്പോൾ അതിങ്ങനെ ഒരു അഭംഗി പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് കേട്ടോ ഞാൻ പറഞ്ഞു തന്നത്. ഇനി നമ്മൾക്ക് ആ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ടൊരു 3 ഷുഗർ ബീഡ്സ്, റെഡ് കളറിലെ ഷുഗർ ബീഡ് വെച്ചിട്ട് അതിനകത്ത് ചെറിയൊരു കുഞ്ഞു ഒരു പെറ്റൽസ് ഫ്ലവേഴ്സ് പോലെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയും അതിൻ്റെ ചുറ്റിനും നമ്മൾ ബീഡ് വർക്കാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കട്ട് ബീഡ്സ്, 2 കട്ട് ബീഡ്സ്, നമുക്കിവിടെ അധികം സ്ഥലമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരു 1.25 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചിലോ വിട്ട് കൊടുക്കുക. വിട്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വലിയ ഫ്ലവർ ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ വലിയ ലീഫ് ചെയ്യാനും പറ്റും. ഇപ്പം ഞാൻ അവിടെ 1 ഇഞ്ച് കൊടുത്തത് കൊണ്ടാണ് എനിക്ക് ഇത്രയും സ്പേസ് എനിക്ക് കിട്ടുന്നുള്ളൂ. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു 1.25-1.5 ഇഞ്ചിൽ ആ ഒരു വിട്ട് കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതേപോലെ ഒരു 3 പെറ്റൽസ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ചുറ്റിനും അങ്ങ് ബീഡ് വർക്ക് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ അവിടെ ഒരു 3 പെറ്റൽസ്, ഇവിടെ ഒരു 3 പെറ്റൽസ്, അങ്ങനെ ആ ഒരു റെഡ് ബീഡ്സിൻ്റെ ചുറ്റിനുമായിട്ട് അങ്ങനെ ചെയ്ത് നമ്മൾ കൊടുക്കുക കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ആ ഒരു ബീഡ്സിന് ആ ഒരു ഫ്ലവറിന് നമ്മൾ ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനാണ് ഞാൻ ആ ഒരു ഫ്ലവറിനൊരു ഷേപ്പ് കൊടുത്തത്. അപ്പം നമുക്ക് ഷേപ്പൊന്നും കാണുന്നൊന്നുമില്ല, പക്ഷെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നോക്കുക, ഇങ്ങനെ ഓരോ ഭാഗത്തായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പം ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ്, യാമിയുടെ ഡിസൈനാണ് കേട്ടോ. അവരുടെ എല്ലാ ഡിസൈൻസും സൂപ്പർ ഡിസൈനാണ്, എല്ലാ ഡിസൈനും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് റെക്കമെൻഡ് ചെയ്താണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ, എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പം എനിക്ക് റെക്കമെൻഡ് തന്നാണ് ഇതൊന്ന് ചെയ്ത് തരണേന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ പാർട്ടിക്ക് എന്തോ യൂസ് ചെയ്യാനാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇതിൻ്റെ ചുറ്റിനും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ഒരു ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇനി ആ ഷുഗർ ബീഡ് ഞാൻ ആ ഒരു 3 പെറ്റൽസിനെ ഒരു പെറ്റലാക്കി എടുക്കുകയാണ്. അതായത് അതിന് ചുറ്റിനും നമ്മളൊരു ഷുഗർ ബീഡ്സ് വെച്ചിട്ട് തന്നെ ഒരു പെറ്റൽ പോലെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആദ്യം പെറ്റൽസ് മാത്രം ചെയ്ത് ആദ്യം ബോർഡർ ലൈൻ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം അതിനകത്ത് ഈ ബീഡ് വർക്ക്, കട്ട് ബീഡ്സ് വർക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെയും നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ ഇപ്പോൾ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ആദ്യം അത് കട്ട് ബീഡ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടാണ് ഇത് എല്ലാം ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ കട്ട് ബീഡ്സും ഓരോ ഷുഗർ ബീഡ്സും ബാക്ക് സ്റ്റിച്ച് രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്താലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഫ്രെയിമിൽ നിന്ന് ഓരിയാലും നമ്മുടെ ബീഡൊന്നും പോകത്തില്ല. നല്ല തിക്കായിട്ട് തന്നെ, അല്ലെങ്കിൽ നല്ല കട്ടിക്കാൻ ഇരിക്കും. അത് വേറെ പ്രശ്നമൊന്നും വരത്തില്ല. വാഷ് ചെയ്യാൻ നേരത്തെ അഴിഞ്ഞു പോവുക അങ്ങനെയുള്ള പ്രശ്നമൊന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുക. നോർമൽ നീഡിൽ ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമായിട്ടോ ഞാൻ പറഞ്ഞത്. അതേപോലെ നോർമൽ നീഡിൽ സൈസ്, ഈ ഒരു നീഡിലിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10 എടുക്കാം നമുക്ക്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 10 ആണ് കേട്ടോ. 10 എടുക്കാം, 12 എടുക്കാം, 20 എടുക്കാം. ഈ 3 സൈസിൽ നിങ്ങൾക്ക് ബീഡ് വർക്കിന് വേണ്ടിയിട്ടുള്ള നീഡിൽസ് ചൂസ് ചെയ്യാവുന്നതാണ്. കണ്ടോ, ഇപ്പം നമ്മൾ ആ ഫ്ലവറിന് ഒരു ഷേപ്പൊക്കെ കൊടുത്ത് നമ്മൾ ശരിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ആ ഫ്ലവറിൻ്റെ സൈഡിൽ ഞാൻ ആദ്യം ഒരു
ചെറിയൊരു പെട്ടില പോലെ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഭാഗം ഇപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് ബാക്ക് സ്റ്റിച്ച് രീതിയിൽ ഒന്ന് ഫിനിഷ് ചെയ്ത് എടുക്കുക കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം, പിന്നെ അതിനകത്താണ് നമ്മളുടെ ബീഡ് ഫില്ലിംഗ് ഒക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, ബോർഡർ ലൈൻ ആദ്യം കംപ്ലീറ്റ് ആക്കി കൊടുക്കുക. അതിന് ശേഷം പിന്നെ നമ്മൾ ഫില്ലിങ് കാര്യങ്ങളൊക്കെ അതിന് ശേഷമാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ അത്രയും ഞാൻ ചെയ്ത് കൊടുത്തു. ഇനി അതിനകത്തുള്ള ഫില്ലിങ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് കട്ട് ബീഡ്സ് തന്നെ ആയിട്ടോ, നമ്മൾ കട്ട് ബീഡ് ഷുഗർ ബീഡും അല്ലേ എടുത്തിട്ടുള്ളൂ, പിന്നെ നമുക്ക് ആ റെഡ് കളറിലെ ഷുഗർ ബീഡ്സും സീക്വൻസും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗത്ത് 2 ഷുഗർ ബീഡ്സോ അല്ലെങ്കിൽ തുടക്കത്തിൽ ഒരു ഷുഗർ ബീഡ്സ് എടുക്കാം. പിന്നെ മുകളിലേക്ക് വരുന്തോറും 2 ഷുഗർ ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ആ ഭാഗം അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് അങ്ങനെ ഒരു നല്ല ഭംഗിയായിട്ട് ഇരുന്നോളൂ. അത് ഇതേപോലെ 2 കട്ട് ബീഡ്സ് വെച്ചിട്ട് അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനിയും എന്താ ചെയ്യേണ്ടത്, ഇനി നമുക്ക് ലീഫും അതേപോലെ സ്റ്റെംസും പിന്നെ നമ്മൾ ആ ഒരു വി ഷേപ്പിൽ നമ്മൾ 2 സൈഡിലേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം 3 ഷുഗർ ബീഡ്സും ഒരു സീക്വൻസും കൂടി ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 2 സൈഡിൽ ആദ്യം ഫിക്സ് ചെയ്തിട്ട് സെൻറ്ററിലേക്ക് വീണ്ടും നമ്മളൊരു 3 ഷുഗർ ബീഡും സീക്വൻസും കൂടെ വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കുകയാണ്. ഇപ്പുറത്തെ സൈഡും അത് അവിടെ കുറച്ച് സ്ഥലക്കുറവ് വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1.25 എടുക്കുക. ആ ഒരു അളവിലെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ ഒരു സൈഡിലേക്ക് ഇച്ചിരി പുറത്തേക്ക് പോവാതെ ഇച്ചിരി അകത്തേക്ക് ആക്കിയിട്ട് ഞാൻ വെച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡ് ചെയ്ത പോലെ നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി. ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി നമുക്ക് ലീഫും സ്റ്റെമ്മോ അല്ലേ. അപ്പോൾ നമുക്ക് ലീഫ് സ്റ്റെംസൊക്കെ ചെയ്ത് കൊടുക്കാം. സ്റ്റെം ചെയ്യുന്നത് എങ്ങനെയാണ്, ബാക്ക് സ്റ്റിച്ച് രീതിയിൽ തന്നെ നമ്മൾ ഷുഗർ ബീഡ്സ് ഇപ്പോൾ ചെയ്തില്ലേ, അതേപോലെ തന്നെ കട്ട് ബീഡ്സ് ബാക്ക് സ്റ്റിച്ച് രീതിയിൽ തന്നെ നമുക്ക് ചെയ്ത് പോകാം. ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ, വളരെ എളുപ്പമാണ് കേട്ടോ അതൊക്കെ ചെയ്യാനായിട്ട്. ഈ ഒരു ഡിസൈൻ ഇച്ചിരി ഹെവി വർക്കാണ്, അതുകൊണ്ട് ഒരു ദിവസം കൊണ്ടൊന്നും ചെയ്ത് തീർക്കാനൊന്നും പറ്റത്തില്ല. നമുക്ക് 2-3 ദിവസം 3-4 ദിവസങ്ങൾ എടുക്കും ഈ ഒരു വർക്കൊക്കെ ചെയ്ത് തീർക്കാനായിട്ട്. അപ്പോൾ ഈ സെയിം ഡിസൈൻ തന്നെയാണ് സ്ലീവിലും വരുന്നത്. സ്ലീവിൻ്റെ എഡ്ജ് പോർഷനിൽ നിന്ന് നിങ്ങൾ എത്രയാണോ നിങ്ങൾക്ക് വീതി വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ ഫ്ലവറും ലീഫും സ്റ്റെംസും ഒക്കെ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ, നമ്മൾ ആ ലീഫിനൊക്കെ ബോർഡർ ലൈൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ആ ബീഡ്സ് ഫില്ല് ചെയ്തില്ലേ, ആ ഒരു ഇപ്പുറത്തൊരു പെറ്റൽസ് ചെയ്തിട്ടുണ്ടല്ലോ, അതേപോലെ അതിനകത്ത് 1-2 കട്ട് ബീഡ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് അങ്ങനെ കൊടുക്കുക കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലീഫ് ഫില്ലിംഗ് ഒക്കെ നല്ല പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പിന്നെന്താ പറയുക, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു ഡിസൈൻ നല്ലൊരു ഡിസൈനാണ് കേട്ടോ. ഹെവി ആണെന്നേ ഉള്ളൂ, നമുക്ക് കുറച്ച് താമസം ചെയ്തെടുക്കാമെന്നേ ഉള്ളൂ. പക്ഷേ എങ്കിലും നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അളവുകളൊക്കെ ഞാൻ പറഞ്ഞതിൽ ഇച്ചിരി കൂടുതലായിട്ട് എടുക്കുക. നിക്ക് നിങ്ങളുടെ കറക്റ്റ് ആയി കഴിഞ്ഞാൽ തന്നെ ഡിസൈനും ഓക്കെ ആയി കിട്ടും. ഇനി ഇതേപോലെ നമ്മൾ ആ ഫില്ലിങ് അകത്തെല്ലാം ഫില്ലിങ് എല്ലാം ചെയ്ത് കൊടുത്തിട്ട് ഫിനിഷ്. അപ്പോൾ ഇത് തന്നെയാണ് അടുത്തത് വരുന്നത്. ഇതിനെ കൺവേർട്ട് ചെയ്ത് തന്നെയാണല്ലോ അടുത്ത ഭാഗം വരുന്നത്. അതായത് ലീഫും സ്റ്റെമ്മും ഫ്ലവറും ബാക്കി എല്ലാം ഇതിനെ കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ പടം വരച്ചപ്പോൾ കണ്ടിരുന്നല്ലോ. എല്ലാം അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പോർഷനും അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ലീഫും സ്റ്റെമ്മും ഫ്ലവേഴ്സും ഒക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അല്ലാണ്ട് ഇനി പ്രത്യേകിച്ച് വേറെ ഡിസൈൻസ് കാര്യങ്ങളൊന്നും തന്നെ അതിനകത്തില്ല. ഈ ഒരു ഡിസൈനൊക്കെ തന്നെയാണ് പിന്നെയും വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആ ഓൾ ഓവർ ഡിസൈൻ പോലെ ആ ഒരു ഭാഗം കൂടിയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് നമ്മൾ ആ 3 ഷുഗർ ബീഡ്സും സീക്വൻസും കൂടി ചെയ്ത് കൊടുത്തല്ലോ. അപ്പോൾ അതേപോലെ തന്നെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ എൻക്വയറിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളവർ, ഹാൻഡ് എംബ്രോയിഡറി പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ആരി വർക്കും ഉണ്ട് ക്ലാസ്സും, നമുക്ക് ആരി വർക്കും ബേസിക് ക്ലാസ്സും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൽ ഇഷ്ടമുള്ളത് ജോയിൻ ആവാം. താല്പര്യമുള്ളവർ എന്നെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വരുന്നത്, സ്ലീവും ഒക്കെ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുൾ ആയെന്നും ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.